റഹ്മാൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന പാദവാർഷിക പരീക്ഷയിൽ 3ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറാണ്. ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം വേർതിരിക്കാമെന്ന്. 6 മാർക്കാണ് ഇതിലുള്ളത്. നജസ്സുകൾ അതുപോലെ നജസ്സല്ലാത്തവ രണ്ടും വേർതിരിച്ച് എഴുതാനാണ് മുകളിൽ നിന്ന്. മലം എന്നുള്ള നജസ്സാണ്, ശവം നജസ്സാണ്, ചത്ത മത്സ്യം നജസ്സല്ല, ചലം നജസ്സാണ്, വെട്ടുകളുടെ ശവം നജസ് അല്ല, ലഹരി ദ്രാവകം നജസ് ആണ്. അപ്പോൾ നജസ് അല്ലാത്ത 2 മാത്രമേ ഉള്ളൂ. ചത്ത മത്സ്യം, വെട്ടുക്കിളിയുടെ ശവം, ഇത് രണ്ടും നജസ്സല്ല, ബാക്കിയുള്ളതെല്ലാം നജസ്സുകളാണ്. അപ്പോൾ ഇതെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ 6 മാർക്ക് കിട്ടും. രണ്ടാമത്തത് യോജിപ്പിക്കാം എന്ന. 7 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ്. ഒന്നാമത്തെ വുളു ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി. കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് വലിയ അശുദ്ധി. വുളുഇൻ്റെ ഫർളുകൾ 6 ആകുന്നു. 2 തരത്തിലുണ്ട് ശുദ്ധി. ദീനിൻ്റെ തൂണാണ് നിസ്കാരം. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. അശുദ്ധികൾ ഉയർത്താനും നജസ്സുകൾ നീക്കാനും വേണം തുഹൂറായ വെള്ളം. ഇത്രയും എഴുതിയാൽ 7 മാർക്ക് ഉണ്ടാവും. മൂന്നാമത്തത് കള്ളികളിൽ എഴുതാവുന്ന. ഒന്നാമത്തെ ചോദ്യം 2 ചോദ്യങ്ങളുള്ളത്. ഒന്നാമത്തതിന് 6 മാർക്ക്, രണ്ടാമത്തിന് 6 മാർക്ക്, ടോട്ടൽ 12 മാർക്കാണ്. നിസ്കാരത്തിന് മുമ്പ് നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാകേണ്ടത്. ഇതൊക്കെ നിസ്കരിക്കുന്ന സ്ഥലം, വസ്ത്രം, നിസ്കരിക്കുന്നതിൻ്റെ ശരീരം. ഈ 3 എഴുതിക്കുകയാണെങ്കിൽ 6 മാർക്ക് കിട്ടും. രണ്ടാമത്തെ ചോദ്യം വുളുഇൽ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? പശ, പിന്നെ കട്ടിയുള്ള എണ്ണ, പിന്നെ മൈലാഞ്ചി, കൃത്രിമ മൈലാഞ്ചി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനും മാർക്കുണ്ടാകും. നാലാമത്തത് 2 വീതം എഴുതാമെന്ന. 3 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും 4 മാർക്ക് വീതം. വുളുഇൻ്റെ സുന്നത്തുകൾ 2 എഴുതാണ്. 6ാമത്തെ പാഠത്തിലാണ് വുളുഇൻ്റെ സുന്നത്തുകളെ കുറിച്ച് പറയുന്നത്. ഒന്ന് ഖിബിലക്ക് മുന്നിടുക. പിന്നെ വുളുഇൻ്റെ സുന്നത്തിന് ഞാൻ വീട്ടിൽ നിന്ന് കരുതുക. അഊദ് ഓതുക, ബിസ്മി ചൊല്ലുക, വായിൽ വെള്ളം കൊപ്പിക്കുക, അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, നിയ്യത്ത് ഉച്ചരിക്കുക, 2 കൈയും മുട്ടിന് മുകളിലേക്ക് കൂടി കഴുകുക, തല മുഴുവൻ തടവുക, 2 ചെവികളും ഉള്ളും പുറവും തടവുക, മുഖം കൈ കാലുകൾ നീട്ടി കഴുകുക, കൈ കാലുകൾ കഴുകുമ്പോൾ വലതിനെ മുന്തിക്കുക, മുകളിൽ പറഞ്ഞതെല്ലാം 3 തവണ ചെയ്യുക, അവസാനം 2 കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി ദുആ ചെയ്യുക. ഇതൊക്കെയും വുളുഇൻ്റെ സുന്നത്തുകളാണ്. ഇതിൽ നിന്ന് 2 എഴുതിയാൽ 4 മാർക്ക് ഉണ്ടാവും. രണ്ടാമത്തെ വുളുഇൻ്റെ ഫർളുകളിൽ നിന്ന് 2 എഴുതുക. വുളുഇന് 6 ഫർളുകളുണ്ട് പറഞ്ഞു. 1 നിയ്യത്ത് ചെയ്യുക, 2 മുഖം കഴുകുക, 3 2 കൈയും മുട്ടോട് കൂടി കഴുകുക, 4 തലയിൽ നിന്ന് അല്പം തടവുക, 5 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, 6 ഇവയെല്ലാം വഴിക്ക് വഴിയായി ചെയ്യുക. ഈ 6 നിന്ന് 2 എഴുതിയാൽ 4 മാർക്ക് കിട്ടും. മൂന്നാമത്തേത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര ഉണ്ട്? 5. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 2ാമത്തെ പാഠത്തിലാണ് 5 ഷർത്തുകൾ പഠിച്ചിട്ടുണ്ട്. 1 ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക, 2 നജസിൽ നിന്ന് ശുദ്ധിയാവുക, 3 ഔറത്ത് മറക്കുക, 4 സമയമാവുകയും ആയെന്ന് അറിയുകയും ചെയ്യുക, 5 ഖിബിലക്ക് മുന്നിടുക. ഈ 5 നിന്ന് 2 എഴുതിയാൽ 4 മാർക്ക് ഉണ്ടാവും. താഴെ പൂരിപ്പിക്കാവുന്ന. 1 നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ എന്ത് ചെയ്യണം? കഴുകണം. നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല. ഇത് എഴുതിയാൽ 4 മാർക്ക് ഉണ്ടാവും. ഇനി അവസാനത്തത് ഉത്തരം എഴുതാം. നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. രണ്ടാമത്തെ ചോദ്യം നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്ത്? നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്ത്? നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. മൂന്നാമത്തെ ചോദ്യം തുഹൂറായ വെള്ളം എന്ന് പറയുന്നു എന്തിന്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുള്ളതുമായ വെള്ളത്തിനേക്കാണ് തുഹൂറായ വെള്ളം എന്ന് പറയുന്നത്. ഇത്രയും എഴുതിയാൽ മുഴുവൻ മാർക്ക് കിട്ടും. എല്ലാവർക്കും നല്ല വിജയം അല്ലാഹു നൽകട്ടെ.